പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കേരള PSC നിലവിലിപ്പോൾ LGS 2024 നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലി പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഈ സമയത്ത് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. പക്ഷേ ഇന്ന് നടത്തിയിട്ടുണ്ടായിരുന്ന യോഗ തീരുമാനത്തിനകത്ത് LGS 2024 നോട്ടിഫിക്കേഷനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ നമ്മുടെ LGSന്റെ 2024 നോട്ടിഫിക്കേഷനെ കുറിച്ചും ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന യോഗ തീരുമാനങ്ങളെക്കുറിച്ചും LGSൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത് അല്ലെങ്കിൽ LGSന്റെ സിലബസിനെ കുറിച്ചാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ LGS എന്ന എല്ലാ കൂട്ടുകാരിലേക്കും എന്ത് ചെയ്യുക, പെട്ടെന്ന് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. LGS പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, LGSൽ നിലവിലിപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷ അല്ലെങ്കിൽ ഡിഗ്രി പാസ്സായവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. എന്ന് പറയുമ്പോഴത്തേക്ക് നിലവിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ട്, നിങ്ങൾ PSCയിൽ ഡിഗ്രി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ക്വാളിഫിക്കേഷനിൽ ഡിഗ്രി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ പറയുന്ന LGS എഴുതാനായിട്ട് പറ്റത്തില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ആ കാര്യം കൂടി നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം LGS 2024. അപ്പോൾ ഇതിൽ നമ്മുടെ കേരള PSCയിൽ ഇന്ന് വന്നിട്ടുള്ള യോഗ തീരുമാനമാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ജനറൽ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ, അതുപോലെ തന്നെ നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി, ഭാരതീയ ചികിത്സാ വകുപ്പിലേക്കുള്ള മെഡിക്കൽ ഓഫീസർ, ടൂറിസം വകുപ്പിലേക്കുള്ള ഇൻഫർമേഷൻ ഓഫീസർ, അങ്ങനെയുള്ളവരുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലം എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കാണുന്നുണ്ട്. ഇതിനകത്ത് വരുന്ന ഫസ്റ്റ് കാര്യമാണ്, കണ്ടല്ലോ, വിവിധ ജില്ലകളിൽ വിവിധ വകുപ്പുകളിലേക്കുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തവണ വിളിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ LGSന്റെ ലിസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും താഴെ പറയുന്ന തസ്തികകളിലെ അർഹതാ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ യൂണിവേഴ്സിറ്റി LGSന്റെ അർഹതാ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നും കൂടി ഇപ്പോൾ കേരള PSCയുടെ നോട്ടിഫിക്കേഷനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ LGSന്റെ ഈ പറയുന്ന പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ LGS 2024 കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫീസ് എന്ന് പറയുന്നത് 200 രൂപ മാത്രമേ ഉള്ളൂ. ഈ 200 രൂപ ഫീസിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിലുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് LGSന്റെ ക്ലാസ് കിട്ടും, LDCയുടെ ക്ലാസ് കിട്ടും. മാത്രമല്ല ഈ ക്ലാസ്സുകളെല്ലാം ഈ പറയുന്ന LDC LGSന്റെ ഒക്കെ എക്സാമിന്റെ തലേ ദിവസം വരെ നിങ്ങൾക്ക് ക്ലാസ്സുകളും മോഡൽ എക്സാംസും കിട്ടിക്കൊണ്ടേയിരിക്കും ആ ഒരു ഗ്രൂപ്പിനകത്ത്. അപ്പോൾ എന്തായാലും 200 രൂപ മാത്രമേ പേയ്മെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ പേയ്മെന്റ് ആയിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം LGS എഴുതുന്ന എല്ലാവരും ഈ ഒരു കോഴ്സിലേക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. നമ്മുടെ യൂട്യൂബിൽ എടുക്കുന്ന ക്ലാസ്സുകളുടെ നോട്ട്സ് കിട്ടും. കൂടാതെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളും മോഡൽ എക്സാംസും വീക്കിലി ഉണ്ടാവും. അപ്പോൾ പേയ്മെന്റ് ചെയ്യേണ്ട നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 999611 692272 എന്ന് പറയുന്ന നമ്പറിലേക്കാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടത്. പേയ്മെന്റ് ചെയ്തിട്ട് ഇതേ നമ്പറിൽ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക. ഒരു കാരണവശാലും നമ്പറിലേക്ക് വിളിക്കരുത്, ഇത് കോൾ നമ്പർ അല്ല. ഇത് നമ്മുടെ പേയ്മെന്റ് ചെയ്തിട്ട് ഇതേ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക, നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സിലബസിന്റെ കേസ് നോക്കാം. നമുക്ക് LGSന്റെ സിലബസിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് LGSന്റെ മെയിൻസ് പരീക്ഷയാണെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മെയിൻസ് സിലബസ് എന്തായിരുന്നു അത് തന്നെയായിരിക്കും ഇപ്രാവശ്യവും ആവർത്തിക്കുക. അപ്പോൾ സിലബസ് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. പൊതുവിജ്ഞാനം അല്ലെങ്കിൽ ജനറൽ നോളജിൽ നിന്ന് 40 മാർക്കിന് ചോദ്യം ഉണ്ടാവും. ആനുകാലിക വിഷയം അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിൽ നിന്ന് 20 മാർക്കിന് ചോദ്യം ഉണ്ടാവും. സയൻസിൽ നിന്ന് 10 മാർക്കിനാണ് ചോദ്യം ഉണ്ടാവുക. പൊതുജന ആരോഗ്യത്തിൽ നിന്ന് 10 മാർക്കിന് ചോദ്യം ഉണ്ടാവും. ലഘുഗണിതം മാത്സിൽ നിന്ന് 20 മാർക്ക്, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിൽ നിന്ന് 20 മാർക്ക്. ഇതിനകത്ത് എന്ത് വരുന്നില്ല, ഇംഗ്ലീഷ് വരുന്നില്ല. അപ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതില്ല, LGS പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതായിട്ടില്ല. ജനറൽ നോളജ് 40 മാർക്കിനുണ്ട്, ആനുകാലിക വിഷയം 20 മാർക്കിനുണ്ട്, സയൻസ് 10 മാർക്കിനുണ്ട്, പൊതുജന ആരോഗ്യം 10 മാർക്കിനുണ്ട്, അതുപോലെ തന്നെ ലഘുഗണിതം മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി 20 മാർക്കിനാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ വേക്കൻസിയുടെ കണക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതുവരെ വന്നിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം 8000-ൽ കൂടുതൽ വേക്കൻസീസ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, LGSന് നിലവിൽ പ്രതീക്ഷിക്കാമെന്നാണ് ഇതുവരെ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. LDCക്ക് 10,000-ന് മേലെ വേക്കൻസികളാണ് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്. വെച്ചാൽ മൊത്തത്തിൽ നിലവിലത്തെ കണക്കനുസരിച്ച് 10,000-ൽ കൂടുതൽ വേക്കൻസികളുണ്ട്. അപ്പോൾ LGSന്റെ കേസിലേക്ക് വരുമ്പോൾ 8,000-ൽ കൂടുതൽ വേക്കൻസികളാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ 40 മാർക്കിന്റെ GK നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മാർക്ക് ഡിവിഷൻസ് ഇങ്ങനെയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്ന് വെച്ചാൽ ഈ ഹിസ്റ്ററിയാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് 5 മാർക്കിന് ചോദ്യം വരുന്നുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ, പഞ്ചവത്സര പദ്ധതി എന്നിവയെന്നൊക്കെ 5 മാർക്കിനുണ്ട്. ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് 5 മാർക്കിനുണ്ട്. അതുപോലെ തന്നെ ജോഗ്രഫിയിൽ നിന്ന് 5 മാർക്കിനുണ്ട്. കേരള ജോഗ്രഫിയിൽ നിന്ന് 10 മാർക്കിന് വരുന്നുണ്ട്. കണ്ടല്ലോ,
കേരള ജോഗ്രഫി, അതുപോലെ തന്നെ കായികരംഗം, തദ്ദേശ സ്വയംഭരണം, ദേശീയോദ്യാനം എന്നീ പോയിന്റുകളിൽ നിന്ന് 10 മാർക്കിനാണ് എക്സാംസിന് മാർക്ക് അല്ലെങ്കിൽ മാർക്ക് ഡിവിഷൻ വരിക. അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ മുന്നേറ്റങ്ങൾ നവോത്ഥാന നായകന്മാരുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് 5 മാർക്കിന് ചോദ്യങ്ങളുണ്ടാവും. ശാസ്ത്ര സാഹിത്യ മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക മേഖല, കായിക മേഖലയിൽ നിന്ന് 5 മാർക്കിന് ചോദ്യം ഉണ്ടാവും. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന് ഇപ്രാവശ്യം 20 മാർക്കാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് സെലക്റ്റീവ് ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് നമ്മുടെ ചാനലിൽ ഇനി മുതൽ ക്ലാസ്സുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ബയോളജിയിൽ നിന്ന് 5 മാർക്കിനായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. അതിനകത്ത് തന്നെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, കേരളത്തിലെ ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, വനവൽക്കരണം, അതുപോലെ തന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും ബാക്കി കാര്യങ്ങളും, പിന്നെ മൂലകങ്ങൾ, അവയുടെ വർഗീകരണം, ഹൈഡ്രജൻ, ഓക്സിജൻ, രസതന്ത്രം, ദ്രവ്യം, പിണ്ഡം, പ്രവൃത്തി, ഊർജ്ജവും അതിൻ്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും വിശേഷങ്ങൾ. അപ്പോൾ ഈ പറയുന്ന എല്ലാത്തിൻ്റെ ക്ലാസ്സും നമ്മുടെ ചാനലിൽ ഉണ്ടാവും. പിന്നെ പൊതുജന ആരോഗ്യം എന്ന് പറഞ്ഞിട്ട് 10 മാർക്കിനാണ് ചോദ്യം ഉണ്ടാവുക. അതിനകത്ത് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ 10 മാർക്കിന് ചോദ്യം ഉണ്ടാവും. പിന്നെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിൽ നിന്ന് 20 മാർക്കിനാണ്. ലഘുഗണിതം മാത്സിൽ നിന്ന് 20, അതുപോലെ തന്നെ മെന്റൽ എബിലിറ്റിയിൽ നിന്ന് 20. ഇങ്ങനെ ആയിരിക്കും നമ്മുടെ LGSന്റെ എക്സാമിനേഷന്റെ പാറ്റേൺ വരിക. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള നിങ്ങൾക്ക് ഉള്ള ഈ പറയുന്ന സിലബസിന്റെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ പറയുന്ന കോഴ്സിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു കാരണവശാലും വെച്ച് താമസിക്കരുത്. വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ ജോയിൻ ചെയ്യാണ്ട പേയ്മെന്റ് എന്ന് പറയുന്നത് അറിയാലോ, 200 രൂപ മാത്രമേ ഉള്ളൂ. നല്ലൊരു ബിരിയാണി കഴിക്കുന്ന കാശുപോലും ആവുന്നില്ല. ചെയ്യേണ്ട നമ്പർ, പേയ്മെന്റിന്റെ നമ്പർ ഒന്നും കൂടി പറയുകയാണ്: 996116969272 ആണ് നമ്പർ. ഈ നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് തന്നെ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് അയക്കുക. എപ്പോൾ അയക്കുന്നോ നിങ്ങൾ എന്ത് ചെയ്യും, ആ ഒരു ദിവസം തന്നെ നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും നല്ലപോലെ പഠിക്കുക. LDCയുടെയും LGSന്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫയർമാൻ്റെയും എക്സൈസിൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഫയർമാൻ്റെ 100 രൂപയേ ഉള്ളൂ, എക്സൈസിന് 100 രൂപയേ ഉള്ളൂ. രണ്ടും കൂടി ആവശ്യമുള്ളവർ 200 രൂപയാണ്. അപ്പോൾ ഏതിനാണോ നിങ്ങൾക്ക് വേണ്ടത്, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 200 രൂപ പേയ്മെന്റ് അയക്കുമ്പോഴത്തേക്കും LDC ആണെങ്കിൽ LDC എന്ന് അയക്കുക, LGS ആണെങ്കിൽ LGS എന്ന് അയക്കുക. ഫയർമാൻ്റെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 100 രൂപ അയച്ചിട്ട് അതിൻ്റെ ഏതാണ് വേണ്ടത് എന്നുള്ള കാര്യം കൂടി വ്യക്തമായിട്ട് ആ ഒരു സ്ക്രീൻഷോട്ടിന് താഴെ മെൻഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. പരീക്ഷ നല്ലപോലെ വരുന്നുണ്ട്. ഒരുപാട് വേക്കൻസികൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. നല്ലപോലെ പഠിക്കുന്നവർക്ക് ജോലി ഉറപ്പാണ്. അപ്പോൾ ബാക്കി വിവരങ്ങളും ക്ലാസ്സുകളൊക്കെ ആയിട്ട് നോട്ടിഫിക്കേഷൻ്റെ ഒപ്പം തന്നെ നമുക്ക് കാണാം. അപ്പോൾ പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. ഈ ഒരു വിവരം നിങ്ങൾ കൂട്ടുകാരിലേക്ക് മാക്സിമം എത്തിച്ചു കൊടുക്കുക. PSC ഗ്രൂപ്പുകളിലേക്കും വാട്സ്ആപ്പ് ചാനലിലേക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വിവരം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാൻ. മതിയായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.